ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് വേറെ ഒന്നുമല്ല, നമ്മളൊരു ട്രക്കിംഗ് ആണ്. നമ്മളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലയിൽ നിന്നൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ വന്നിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രക്കിംഗ് സ്പേസ് നമ്മുടെ നാഗർകോവിൽ ആരുൾവായ് മൊഴിയിലുള്ള ഒരു മുരുകൻ ടെമ്പിളാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു എത്ര മണിയാവും? ഒരു 6 മണിയായിട്ടുണ്ട്. നമ്മളിപ്പം 6 മണിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നതല്ല, നമ്മൾ ഇന്നലെ രാഹുലിന്റെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു. അവരുടെ ഇവിടെ ആരുവാൻ വഴിയാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ 6 മണിയാകുമ്പം മലയിലോട്ട് കയറി പോകണം. ഞാൻ മല കാണിച്ചു തരാം. മലയുടെ ഏറ്റവും മുകളിലാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറല്ലേ, ഒരു 1.5 മണിക്കൂർ. നമ്മൾ നോർമലി നടന്ന ഒരു 1.5 മണിക്കൂർ നമുക്ക് മുകളിൽ എത്താൻ പറ്റും. പിന്നെ സ്പീഡ് നടക്കാൻ പറ്റുമെങ്കിൽ ഒരു 3/4 മണിക്കൂർ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷെ കാറിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഏകദേശം ഇതുവരെ വരാം, വേറെ തടസ്സങ്ങളൊന്നും വന്നില്ലെങ്കിൽ. ഇതാണ് ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴിയാണ് നമുക്ക് കയറി പോകാൻ വേണ്ടി. പട്ടി അടിക്കുമോ? നമുക്ക് ഏകദേശം ഇതുവരെ, ബൈക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുവരെ വരാം. നമ്മളിപ്പോൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഈ ആർച്ച് വഴിയാണ് കയറേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും കോൺക്രീറ്റ് ഇല്ല. അപ്പം അവരുടെ കണക്ക് പ്രകാരം നമ്മൾ നടന്നു പോകുമ്പം 28,000 സ്റ്റെപ്പ് നമ്മൾ കാലുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്തത്തുള്ളൂ. അങ്ങനെയാണ് ഏകദേശം അവർ കണക്ക് പറയുന്നത്. ഇപ്പം ഏകദേശം ഈ ഒരു മലയുടെ മുകളിലാണ് നമുക്ക് കയറേണ്ട, അവിടെ ആ ടെമ്പിൾ ഇരിക്കുന്നത്. പിന്നെ വേറെ നമ്മളിപ്പോൾ ഈ എൻട്രിയുടെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം തന്നെ ഒരു വ്യൂ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഫുള്ള് കാറ്റാടി പാടങ്ങളാണ്. അത് മാത്രമല്ല, പൊയ്കൽ ഡാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റേട്ടാ. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം ഇപ്പം അങ്ങനെ ആരും ഇല്ല, നമുക്ക് തൊഴുതിട്ടൊക്കെ പോവാം. ക്ഷേത്രത്തിൽ തുറന്നിരിക്കുകയാണ്, വരുമ്പോൾ തുറന്നിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നത് ലൈനായിട്ട് കാണുന്ന പൊയ്കൽ ഡാമാണ്. നമ്മൾ ഡാമിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ പേജിലുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളൊരു നമ്മൾ ഷോർട്സിലൊന്നും കണ്ടു കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റും. പിന്നെ സൺറൈസ്, അടിപൊളി സൺറൈസ് ആണ്. പക്ഷെ നമുക്ക് മുകളിൽ പോയിട്ട് സൺറൈസ് കാണണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അങ്ങ് എത്തിയില്ല. നമ്മൾ ഇത്തിരി ലേറ്റായി പോയി. അപ്പം നമുക്ക് എന്തായാലും താഴെ നിന്ന് സമയം കളയണ്ട. ഇനി വെയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്ക് അങ്ങ് മുകളിലോട്ട് എന്തായാലും കയറാം. വഴിയൊക്കെ ഏകദേശം ഇങ്ങനത്തെ വഴികളാണ് കേട്ടാ. അപ്പൊ തന്നെ വെയിൽ അത്യാവശ്യം വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഏകദേശം കയറി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ അത്യാവശ്യം വ്യൂ ഉണ്ട്, കിടിലം വ്യൂ ആണ് കേട്ടോ ഇവിടെ. അപ്പൊ ശകലംകുടി, അതായത് ഫുൾ ടോട്ടൽ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, നല്ല വ്യൂ. ഇവിടെ നിന്ന് കാണുമ്പോഴും ആ ഡാം കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കയറി വരുന്ന വഴി കുറേ ദൂരം ഇതുപോലെയാണ്, ഏകദേശം ഓഫ് റോഡ് പോലെയാണ്, കല്ലും കുഴിയും അങ്ങനെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിൽ വരുമ്പോഴത്തേക്കും കുറച്ച് ദൂരം ഇങ്ങനെ നിരപ്പാർന്ന വഴി ഇങ്ങനെ കിടക്കട്ടെ. അപ്പം ഞാൻ പോകുന്ന വഴി ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല, എനിക്ക് വീഡിയോ നല്ല ലെങ്ത് ആയിപ്പോൾ. നമുക്ക് ഏകദേശം ഈ മലയുടെ മുകളിലാണ് കയറി പോകേണ്ടത്. പിന്നെ നമ്മളെന്തായാലും അടുത്ത് നല്ല വെയിൽ വരുന്നതിന് മുമ്പ് മാക്സിമം ടോപ്പിലെത്താൻ നോക്കാം. വ്യൂ ഉണ്ടോ? മാക്സിമം അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ കയറി വരുന്നവർ വെള്ളമൊക്കെ കൊണ്ടുവരണം കേട്ടാ. ഇങ്ങോട്ട് വെള്ളം കുടിക്കാൻ നല്ല ടയേർഡാകും കയറി വരുമ്പോഴത്തേക്കും. അപ്പോൾ വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും. നീ വെള്ളം എടുത്താടേ? വെള്ളം നമ്മൾ രൂപ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വരുന്നവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മലയുടെ മുകളിൽ പോയിട്ട് വീട് കണ്ടുപിടിക്കണം ഈ താഴെ നിന്ന്. അതൊരു ടാസ്ക്കാണ്. കാണുമ്പോൾ ഇനി ഇറമ്പ് പോകുമ്പോഴാണ് ഈ വീടുകളൊക്കെ ഇരിക്കുന്നത്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മുകളിലുള്ള ക്ഷേത്രം കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റും മലയുടെ മുകളിലുള്ള ക്ഷേത്രം. അപ്പോൾ അവിടെ ഡെയിലി ലൈറ്റും കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളവർ വിചാരിച്ചിരുന്നത് അവിടെ സോളാറിൻ്റെ സിസ്റ്റം എന്നാണ്. അപ്പം ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടി
സോളാറിൻ്റെ സിസ്റ്റം വെച്ചാൽ മതിയല്ലോ. പക്ഷെ കയറി തുടങ്ങിയപ്പോൾ മനസ്സിലായത് താഴെ നിന്നേ അവിടത്തേക്ക് സപ്ലൈ കൊണ്ടുപോകുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഓരോ പോസ്റ്റ് അവർ താഴെ മുതലേ ഇട്ടിട്ടുണ്ട്. അത് ഇത്തിരി അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മലയുടെ മുകളിൽ ഇത്രയും ആ ഒരു ക്ഷേത്രത്തിന് വേണ്ടി മാത്രം എത്തിക്കാൻ വേണ്ടി. ഈ കയറി വരണ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ചേ കാണിക്കണുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ഈ വഴിയെ നിങ്ങൾ വിലയിരുത്തരുത്. പക്ഷേ നല്ല റിസ്ക്കാണ് കേട്ടോ, നല്ല ടയേർഡാണ് കയറി വരാൻ വേണ്ടി. നമ്മളിപ്പോൾ ഏകദേശം കയറി തുടങ്ങിയിട്ട് എത്ര അരമണിക്കൂറാവില്ല കേട്ടോ, അരമണിക്കൂറായിട്ടുണ്ട്. പകുതി പോലും എത്തിയിട്ടില്ല, ഇനിയും കിടക്കണം മുകളിൽ അങ്ങനത്തെ വരെ എത്താൻ വേണ്ടി. ചേട്ടാ എങ്ങനെ വഴി എങ്ങനെ തളർന്നാ? എൻ്റെ അമ്മ തളർന്നാ. നമ്മളെ ആഴ്ന്ന് കാണുമ്പോൾ വളരെ അടുത്തുണ്ട്. ഇപ്പം ഈ അടുത്ത് കയറി വന്നപ്പോഴാണ് എൻ്റെ അമ്മ പറയുന്നത്. നീ ഇതിന് പോന്നിട്ടുണ്ടോ ഡേ? ഇതിന് പോന്നിട്ടുണ്ടോ? നമുക്ക് ശരി അങ്ങ് പോകണം കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പം അടുത്തായിട്ടൊക്കെ തോന്നും, പക്ഷെ നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. ഓരോ മല ഇത് കണ്ടോ, ഇവിടെ ഈ സൈഡ് ഈ മല ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കുഴിയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് വീണ്ടും തിരിഞ്ഞ് ഇങ്ങനെ കയറും. ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. അവസാനം അങ്ങ് എത്തണം നമുക്ക്. ഒരു തണൽ പ്രദേശം കിട്ടിയിട്ടുണ്ട്, തണൽ. അപ്പം നടന്നിടന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയേട്ടാ, നല്ല തണലുള്ളൊരു സ്ഥലം. വഴി ഇതല്ല, നമുക്ക് വന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് മുകളിലോട്ട് പോകണം. ഇവിടെ ഇങ്ങനെ ഒരു തണൽ കണ്ടുകൊണ്ടിരിക്കുകയെന്നേ ഉള്ളൂ. പിന്നെ വരുന്നവർ മാക്സിമം കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്കെങ്കിലും നമ്മളിവിടെ കയറി തുടങ്ങണം. എന്നാലേ ഒരു 6-6:30 ആകുമ്പം നമുക്ക് മുകളിൽ എത്താൻ പറ്റത്തുള്ളൂ. രാവിലെ വെയിലും കൂടി ഇല്ലാതെ നമുക്ക് സ്പീഡ് കയറി പോകാൻ പറ്റും. അല്ല എങ്കിൽ വൈകിട്ട് നമ്മൾ 5:30ക്ക് കയറി തുടങ്ങുമെന്ന് വിചാരിച്ചു, പക്ഷേ 6:30 ആയിപ്പോയി. അല്ലെങ്കിൽ വൈകിട്ട് ഒരു 3 മണി കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ കറക്റ്റാണ്. പിന്നെ രാവിലെ കയറുമ്പോഴത്തേക്കും മഞ്ഞ്, അത് സൂക്ഷിക്കണം. നമുക്ക് മഞ്ഞടിച്ച് എല്ലാവർക്കും തുമ്മലും ചുമയായി. ഇത് ഇനി അങ്ങോട്ട് പിന്നെ വഴി നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ, ഫുൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ 2 ഐഡിയ ഉണ്ട്. ഒന്ന് ഈ നമ്മളെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഈ പോസ്റ്റ് പോകുന്ന അതേ ലൈനിൽ നമ്മൾ കയറി പോകണം. അവിടെ ആ പോകുന്ന വഴിക്ക് കറക്റ്റ് വഴി കാണാൻ പറ്റും, പക്ഷെ പുല്ല് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ചെറുതായിട്ടേ കിടക്കത്തുള്ളൂ. പിന്നെ വേറെ ഒന്നും, ഈ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആരോ മാർക്കുകളാണ്, ഇതൊക്കെ ശ്രദ്ധിച്ച് പോയാൽ മതി കേട്ടോ. ഇത് ഏകദേശം ഇതുപോലെയൊക്കെയാണ് ഈ വഴി കിടക്കുന്നത്, നമ്മൾ നോക്കി പോകണം. ഇതാണ് നമ്മളെ കള്ളിമുള്ളൊക്കെ ഇല്ലേ, കള്ളിമുള്ള് പോലത്തെ ഏതോ ഒരു മുൾച്ചെടിയാണ്. എന്തായാലും സ്പോട്ട് എത്തിയിട്ടില്ല കേട്ടോ, കാരണം വീണ്ടും പോസ്റ്റ് ലൈനൊക്കെ അങ്ങ് അറ്റം വരെ പോകുന്നുണ്ട്. അങ്ങറ്റം കാണാം, ഡാം കാണാൻ പറ്റും, ഡാം. അപ്പോൾ അതാണ് ഞാൻ താഴെയെന്ന് പറഞ്ഞില്ലേ, പൊയ്കയിൽ ഡാം. നമ്മൾ ഇടയ്ക്കിടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡാമിൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ പേജിൽ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ പൊയ്കയിൽ ഡാമിൻ്റെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പോകാൻ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് ഇതുപോലെ നമ്മൾ വന്ന പോലത്തെ വഴിയല്ല കേട്ടോ, കല്ല് വെച്ച് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട, ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? മുരുക വരിക വരിക. 2 പ്രാവശ്യമല്ല, ഒറ്റ വരികയുള്ളൂ. അടിപൊളി വ്യൂ ആണ് കേട്ടോ, കിട്ടില്ല. ഇനി മുകളിലെത്തുമ്പോൾ ഒന്നും പറയാമല്ലോ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ താഴെ നോക്കുമ്പോൾ ഈ പാറയുടെ മണ്ടയിലൊക്കെ കുറ്റിയായിട്ട് നിൽക്കുന്ന സംഭവം കള്ളിമുൾ ചെടിയുടെ ഒരു സംഭവമാണെങ്കിലും തണ്ട് വലുതാണ്, അത്യാവശ്യം നല്ല കനമുണ്ട്. ഇലയൊക്കെ ഏകദേശം കള്ളിമുൾ ചെടിയുടെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ താഴോട്ടൊന്നും എന്തായാലും ഈ ടൈപ്പ് ചെടി കാണാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ആദ്യം വരുമ്പോഴത്തേക്കും ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വേണം മുരുക ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി. ചെരുപ്പ് ഊരിയ. അപ്പം നമ്മൾ നടന്ന് എത്ര സമയം എടുത്തു ചേട്ടാ? 1 മിനിറ്റ്. 6:30ക്ക് നമ്മൾ കയറി തുടങ്ങിയാണ്, 8 മണിയായി. അപ്പോൾ എത്ര
1.5 മണിക്കൂർ നമ്മളെടുത്ത്. ഈ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവസാനം ഫൈനൽ ഏറ്റവും ടോപ്പിലെത്തിക്കാൻ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഞാൻ ഇവിടെ നിന്നുള്ള ടോട്ടൽ വ്യൂ കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ. മസ്റ്റായിട്ട് വന്ന് കാണണം. എന്നാലും നമുക്ക് മുകളിലോട്ട് പോയിട്ട് ബാക്കി ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇരുന്ന നട അടച്ചല്ലേ? അതാണ് നമ്മൾ അങ്ങ് വരുമ്പോഴുള്ള കുളം. ഗൈസ്, നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നത്തില്ല. ഒരു മലയുടെ മുകളിലൊരു ക്ഷേത്രം. പക്ഷെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നാണ് വന്നത് കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ എൻ്റെ അമ്മ അടിപൊളി വ്യൂ ആണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് അടുത്തുള്ള ട്രക്കിംഗ് സ്പോട്ടാണ്. നമുക്ക് ട്രിവാൻഡ്രത്ത്, കൊല്ലം, പത്തനംതിട്ടയൊക്കെ ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ടൊക്കെ വന്നിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ട്. കയറുന്ന ടൈം മാത്രം നോക്കിയാൽ മതി, രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ഇപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും വെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ ചൂടില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടാകും വെയിലിന്. അതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി നമ്മൾ പറഞ്ഞ ആദ്യത്തെ ടാസ്ക് നോക്കണം കേട്ടോ. ഇവിടെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നിന്ന് ഇനി താഴെ ഈ കാണുന്നുണ്ടാ, ഇതൊക്കെയാണ് വീടുകൾ. ഇവിടെ നമ്മളെ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം അതൊരു ടാസ്ക്കാണ്. കിട്ടിയാടാ രാവിലെ വീട് കിട്ടിയാ? താഴെ നിന്ന് നമ്മളെ കാണാൻ പറ്റും കേട്ടോ ചെറുതായിട്ട്. ഇപ്പം എൻ്റെ അനിയൻ അവിടെ വീട്ടിൽ നിൽക്കുകയാണ്. വീട്ടിൽ നിന്നിട്ട് നോക്കിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മളെ മുകളിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല കേട്ടോ, കാരണം മരങ്ങളൊക്കെ നിൽക്കണേൽ. എടാ അമ്മയെ വിളിക്കാൻ പറ, വിളിച്ചിട്ട് പറ നമ്മളെല്ലാം ഉന്നതങ്ങളിൽ മുകളിലെത്തിയെന്ന് പറ. നമ്മളിവിടെ നിൽക്കുമ്പോഴേ നമ്മളത് ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ നാഗർകോവിൽ സൈഡാണ് കേട്ടോ. നാഗർകോവിൽ, കന്യാകുമാരി ആ സൈഡാണ് ഇതൊക്കെ. നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ മുപ്പന്തൽ ക്ഷേത്രമൊക്കെ ഇങ്ങോട്ടാണ്, തിരുനെൽവേൽ റൂട്ടാണ്. നമ്മൾ ഈ നേരെ കാണുന്ന മലയുണ്ടല്ലോ, ഇപ്പോൾ ഇതിൽ കറക്റ്റായി കിട്ടത്തില്ല. കാരണം നമ്മൾ ഈ മലയുടെ സൈഡാണ് ശരിക്കും ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായി ക്ലിയർ കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ ദേവസഹായം ചർച്ച് സ്ഥിതി ചെയ്യുന്ന മല. അതായത് ദേവസഹായം മൗണ്ട്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെ ഒരു പക്ഷേ ചർച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ താമസിക്കാതെ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ചർച്ച് ആ മലയിലാണ് കേട്ടോ. കറക്റ്റാണ്, നമുക്ക് കാണാനും പറ്റുന്നില്ല. നമുക്കിനി എന്തായാലും ക്ഷേത്രത്തിൽ കുറച്ച് നേരം ഇരുന്നിട്ട് താഴോട്ട് ഇറങ്ങാം കേട്ടോ. നമ്മൾ വന്നിട്ട് ഇതുവരെ ക്ഷേത്രത്തിൽ കയറി ഇരുന്നില്ല, ജസ്റ്റ് തൊഴുതു. ഇവിടെ ഉള്ള ഫീലൊക്കെ എന്താണ്? എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തറയില്ലേ, ഇത് ഒരു ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. വ്യൂ ഒക്കെ കണ്ടാ സെറ്റാണ്, മൈൻഡൊക്കെ ഫ്രഷ് ആയതുപോലെ. പിന്നെ നമ്മളെ ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു ഭാഗമാണത്, ആ ഒരു മലനിര എന്ന് പറഞ്ഞാൽ. അതിന്റെ സൈഡിൽ വരുമ്പം അമ്മാതിരി കാറ്റും, മുകളിലോട്ട് കയറുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ. പക്ഷെ വെയിലാണെങ്കിലും ചൂടില്ലല്ലേ? ചൂടറിയുന്നില്ല. അപ്പൊ നമ്മുടെ അവിടെ പൊന്മുടി പോലെ ആ ഒരു ഹൈറ്റ് ഉണ്ട് ഇതിന് ഏകദേശം. അപ്പോൾ നമ്മുടെ മലമുകളിലെ മുരുകക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇത്രയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇനി വെയിൽ കൂടുന്നതിന് മുമ്പ് ഇറങ്ങാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ പക്ഷേ അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും ഈ ഒരു ബിൽഡിങ്, ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ പുറത്തിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല ഫീലാണ്, നല്ല തണലും, തറയൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. ഓരോരുത്തരും കിടക്കുന്നുണ്ട. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ 3/4 മണിക്കൂറോളം ഇവിടേക്ക് ഇരിക്കുകയാണ് ഇങ്ങനെ.
അപ്പോൾ മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കും കേട്ടോ. ഒരു ദിവസം കൊണ്ടൊക്കെ വന്നിട്ട് പോകാൻ പറ്റിയൊരു ട്രക്കിംഗ് സ്പോട്ട് നമ്മളെ ലൊക്കേഷനൊക്കെ അടുത്തുണ്ടായിട്ട് മാക്സിമം ഒരു സൺഡേ ലീവുള്ള ദിവസം വന്നിട്ട് പോകാമെന്നേ ഉള്ളൂ. പിന്നെ വരുമ്പം പറഞ്ഞ പോലെ വെള്ളമൊക്കെ കൊണ്ടുവരണം കേട്ടോ. വെള്ളവും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. പക്ഷേ കഴിക്കാൻ കൊണ്ടുവരണമെങ്കിൽ പ്ലാസ്റ്റിക്കുകളൊന്നും ഇവിടെ ഇടരുത്. കാരണം ഇവിടെ ഒരു ക്ഷേത്ര പരിസരമാണ്. അതുമല്ല നമ്മൾ ചുമ്മാ ഒന്ന് മലിനപ്പെടുത്തരുത്. വേസ്റ്റുകളുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊണ്ട് കളയുക, താഴെ എവിടെയെങ്കിലും കൊണ്ട് കളയുക. വെള്ളം മസ്റ്റായിട്ട് വെള്ളം കൊണ്ടുവരണം കേട്ടോ. പിന്നെ സ്നാക്സിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമുക്കിപ്പം ഏകദേശം നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 6:30 അവിടെ നിന്ന് തിരിച്ചു 8:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയത്. നമ്മൾ പതുക്കെ കയറിയത്, പിന്നെ വേറെ അത്യാവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പതുക്കെ കയറി 8:30 ഇവിടെ എത്തി. ഇപ്പം സമയത്തിനാണ് ഇപ്പോൾ ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ല വെയിലാണെങ്കിലും ചൂടൊന്നുമില്ല, ചൂടില്ലാത്ത വെയിലാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ വേറൊരു നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ഫുള്ള് മറ്റേ കാറ്റാടിപ്പാടങ്ങളാണ്. നമ്മളെ ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ വിൻഡ് മിൽ ഫാമാണ് മുപ്പന്തൽ വിൻഡ് മിൽ ഫാം. അപ്പം അതിവിടെ മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മൾ വന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂടിയോ മറ്റൊരു പിക്ചറിൽ കൂടിയോ ആരുടെയെങ്കിലും വീഡിയോ കൂടി നമ്മൾ കാണാതെ നമ്മൾ നേരിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പം എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഇത്രയാണ്. അപ്പം എന്തായാലും ഇനി ഇതുപോലെയുള്ള കാഴ്ചകൾ എൻ്റെ വീഡിയോ കൂടി കാണാം. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണുന്നവരെ ബൈ.